ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. മൈൻഡ് റിയൽ ലൈഫ് സെർവറിൻ്റെ എപ്പിസോഡ് 2 എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു ബേസ് വെക്കണമെന്നും കാര്യമൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബേസ് വെക്കാൻ സ്ഥലം നോക്കിയപ്പോൾ അപ്പോഴാണ് നമുക്ക് അശ്വിൻ ഗെയിമിംഗ് എന്ന് പറഞ്ഞ ബ്രോയുടെ കിട്ടിയത്. പിന്നെ ഞങ്ങൾ രണ്ടാളും ടീമപ്പും കാര്യങ്ങളൊക്കെ തന്നെ ആയി. ആ ബ്രോയുടെ ടീമിൽ അപ്പു എന്ന് പറഞ്ഞ ഒരു ബ്രോയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 3 പേരുള്ള ടീമാണ്. ഞാൻ ഇപ്പോൾ അയൺ ആർമറായിരുന്നു, ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് ഡയമണ്ട് ആർമർ ആക്കിയത്. നമ്മളെ ബേസിൻ്റെ അടിയിൽ ഒരു ബിഗ് കേവ് ഉണ്ട്, അവിടുന്ന് ഡയമണ്ട് എടുത്ത് ഡയമണ്ട് ആർമർ ആയതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നെതർക്ക് പോകണം. അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്ത് ലാവാ പൂള് കാര്യങ്ങളൊക്കെ തന്നെ കണ്ട് വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഒബ്സിഡിയൻ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറഞ്ഞൊക്കെയാണ്. ആദ്യം ഇത് ഒരു നില ഉള്ളായിരുന്നു, പിന്നെ ഞാൻ വന്നപ്പോൾ ഒന്ന് 2 നില ആക്കിയതാണ്. പിന്നെ ഇത് അശ്വിൻ ഗെയിമിങ് അപ്പൂന് കൊടുത്ത ഗിഫ്റ്റാണ്. പിന്നെ ഇപ്പോൾ ചെസ്റ്റിലും കാര്യങ്ങളൊക്കെ തന്നെ അത്ര സാധനങ്ങളുണ്ട്. എന്തായാലും ഞാൻ അയൺ എടുത്തിട്ട് ഒരു ബക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയേക്കാം. ഒരു ബക്കറ്റ് വേണം. ഒരു ബക്കറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ബക്കറ്റ് നമുക്ക് ഇവിടെ വെച്ചേക്കാം. എന്നിട്ട് എൻ്റെ കയ്യിലുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ഈ ബാരലിലോട്ട് വെച്ചോട്ടെ. ഇത് വേണ്ട, ഇതും വേണ്ട. കുറേ ആക്സ് ഉണ്ട് കേട്ടോ നമ്മളെ കയ്യിൽ. ഞാൻ വില്ലേജറിനായിട്ട് ട്രേഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. തോന ആക്സ് ഒക്കെ തന്നെ നമ്മളെ കയ്യിലുണ്ട് ഇപ്പോൾ. എന്തായാലും ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കാം. 2 ബാരലായിട്ട് ഫുള്ള് കയറ്റി വെക്കാം. അങ്ങനെ അതും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്കൊന്ന് കിടന്ന് ഉറങ്ങിയേക്കാം. എന്തായാലും ഇപ്പോൾ സർവറിൽ ആയില്ല എന്ന് തോന്നുന്നു. നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊന്നും ആണോ അല്ലേ? ഇപ്പോൾ സർവറിൽ MC കള്ളൻ എന്ന് പറഞ്ഞ ഒരു ബ്രോയും കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മൾ 2 പേരാണ് ഈ സർവറിലുള്ളത്. ഇപ്പോൾ എന്തായാലും അവിടെ നിന്ന് എടുക്കണ്ട. ഒക്കെ പോണ വൈക്കും തന്നെ വെള്ളം എടുത്തേക്ക്. ഇവിടെ ഒരു റോയിൻ്റെ പോർട്ടെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒബ്സിഡിയൻ കളക്ട് ചെയ്തിട്ട് വേണം നമുക്കിവിടെ സാധനം ഉണ്ടാക്കാൻ. എന്തായാലും ഞാൻ ആ പോർട്ടലിൽ അവിടെ എത്തിയിട്ടുണ്ട്, കാണിക്കാം ഗൈസ്. എന്തായാലും ഗൈസ് നമ്മൾ അവിടെ ലാവാ പൂള് കാര്യങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. ഇവിടെ ആയിട്ട് എന്തായാലും അവിടുന്ന് നമുക്ക് ഒബ്സിഡിയന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ കളക്ട് ചെയ്തേക്കാം ഗൈസ്. എന്തായാലും നമുക്ക് വെള്ളം അവിടെ ഒഴിച്ചേക്കാം. ഇവിടുന്ന് കളക്ട് ചെയ്തേക്കാം ഗൈസ്, ഓരോ ഒബ്സിഡിയനായിട്ട്. അപ്പോൾ നമുക്ക് 10 ഒബ്സിഡിയൻ വേണം. ഞാൻ 10 ഒബ്സിഡിയൻ കളക്ട് ചെയ്തിട്ട് കാണിക്കാം ഗൈസ്. എന്തായാലും ഗൈസ് നമുക്ക് 10 ഒബ്സിഡിയനും കാര്യമൊക്കെ തന്നെ ആയിട്ടുണ്ട്. ഇത് പൊട്ടിച്ച് വന്നപ്പോൾ തന്നെ നൈറ്റും ആയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ സർവറിൽ 4 ആൾക്കാരുണ്ട്. ഞാനും പിന്നെ നമ്മുടെ ഫിജോ ബ്രോ ഉണ്ട്, MC കള്ളനുണ്ട്, ജിന്നു ഉണ്ട്. അപ്പോൾ ഇവിടെ 3 പേരും കൂടി നമ്മളെ സർവറിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട്. നേരത്തെ MC കള്ളൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഫിജോ ബ്രോക്ക് ഒന്ന് മെസ്സേജ് അയച്ച് നോക്കണം. നമുക്ക് കുറച്ച് അയണിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ അശ്വിൻ ബ്രോക്ക് കുറച്ച് ഡയമണ്ട് ആർമർ സെറ്റാക്കാം. നമ്മൾ വില്ലേജേഴ്സിൻ്റെ അടുത്ത് നിന്നാണ് ഒപ്പിക്കാൻ പോകുന്നത് അശ്വിൻ ബ്രോക്ക്. അല്ലാതെ ഇനിയും മൈനിങ്ങിന് പോയാൽ ഇനി വീഡിയോ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അശ്വിൻ ബ്രോക്കും ഡയമണ്ട് ആർമർ സെറ്റ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതിന് കുറച്ച് അയൺ ഇതാക്കിയാലേ നമുക്ക് ട്രേഡ് ചെയ്തിട്ട് എമറാൾഡ് ഒപ്പിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ അത്യാവശ്യമുള്ള അയൺ ഇപ്പം ഉണ്ട്. 4 അയൺ ഉണ്ട്. ഇപ്പോൾ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കാനുള്ള അയൺ ഉണ്ട് ഇപ്പോൾ. എന്തായാലും അത് അല്ലെങ്കിൽ മൈൻ ചെയ്യാം, ഒരയണൊക്കെ മൈൻ ചെയ്യാം. അല്ലാതെ ഫുൾ ആർമർ ആക്കാനുള്ള അയണൊന്നും നമ്മളെ കയ്യിലില്ല. ഇതെന്താണ് സ്കൾ ബസ്റ്റർ സാധനം? ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതൊരു പബ്ലിക് സെർവറാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഡിസ്കൗണ്ട് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴത്ത് കൊടുത്തേക്കാം ഗൈസ്. അപ്പോൾ അതും എല്ലാവരും പോയി ഒന്ന് കയറി വെക്കാം. പിന്നെ അശ്വിൻ ബ്രോയുടെ ചാനലും എല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കാം ഗൈസ്. അപ്പോൾ അതും വേണമെങ്കിൽ ഞാൻ അടി കൊടുത്തേക്കാം അശ്വിൻ ബ്രോൻ്റെ. അപ്പോൾ അതും എല്ലാവരും സബ് ചെയ്തേക്കാം. എന്തായാലും അമ്മേ യൂസില്ല. ഇവിടെ ആയിട്ടാണ് നമ്മൾ നെതർ പോർട്ടലിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് ഒരു ബ്ലോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്, 2 ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇനി ഒന്നും കൂടി, ഇനി ഒരു ടഫ്, ഇനി ഒരു 3. 1 2 3. ഗൈസ് പോർട്ടലിൻ്റെ കണക്ക് ചെറുതായിട്ടൊന്ന് തെറ്റിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഒന്ന് പൊട്ടിച്ചെടുത്തോട്ടെ ഗൈസ്. ഇവിടെ ഇത് വേണ്ട, എന്തായാലും ഇത് ഇവിടെ വേണ്ട, ഇങ്ങനെയാണ് വേണ്ടത്. ഞാൻ അറിയാതെ അവിടെ ഒന്നും കൂടി പ്ലേസ് ചെയ്തു. നമ്മളെ കയ്യിൽ എൻചാൻറ്റും ബുക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് സീനുണ്ട്. എന്തായാലും വേറെ സീനും കാണുന്നില്ല. എന്തായാലും ഇവിടെ 2 ഒബ്സിഡിയനും കൂടി വെച്ചിട്ട് ഇവിടെ ഇവിടെ അല്ല, ഇതിൻ്റെ മുകളിൽ ഒരു ടഫ് ബ്ലോക്കും കൂടി വെച്ചേക്കാം ഗൈസ്, അല്ലെങ്കിൽ എന്തോ പോലെ ഉണ്ടാവും. അതും സെറ്റ്. ഇനി നമ്മളെ കയ്യിൽ ഫ്ലിഞ്ച് ഉണ്ടാവോ നോക്കണം. എന്തായാലും നൈറ്റാണ്, ഒരു ചെറിയ സീനാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഫ്ലിഞ്ച് ആൻഡ് സ്റ്റീലും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇതിൽ ഓരോ പെർമിഷൻ കൊടുക്കാൻ പറ്റും കേട്ടോ ഗൈസ്. അതായത് നമ്മളെ ബേസിൽ വേറെ ആരെങ്കിലും കയറണമെങ്കിൽ നമുക്ക് പെർമിഷൻ കൊടുക്കാൻ പറ്റും. ഇത് നമ്മളിപ്പോൾ നെതർ പോർട്ടലിൽ കത്തിച്ചിട്ടുണ്ട്. ഇത്രയും സ്ഥലമാണ് ഇപ്പോൾ അപ്പു ബ്രോൻ്റെ വന്നേക്കണത്. ഇവിടുന്ന് മുതൽ അവിടെയൊക്കെയാണ് വന്നേക്കണം നമ്മൾ അപ്പു ബ്രോൻ്റെത്. അപ്പോൾ നമുക്കിവിടെ ഒന്നും പണിയാൻ പറ്റത്തില്ല. അപ്പു ബ്രോൻ്റെ പെർമിഷൻ വേണം, അല്ല ഇവിടെ ഒന്നും നമുക്ക് പണിയാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് നെതറിലോട്ടൊന്ന് കയറി നോക്കിയേക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ബസാൾട്ടും ഒരു ഫോർട്രസ്സും എന്തോ കാണുന്നു. ഫോർട്രസ് ലൂട്ടും ചെയ്തിരിക്കുന്നു. അപ്പോൾ തിരിച്ച് നമ്മളെ ബേസിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇനി ആരെങ്കിലും കാണിക്കാൻ കിട്ടുമെന്ന് നോക്കട്ടെ, ആരെങ്കിലും ഫ്രീ ആണോ എന്ന് നോക്കട്ടെ ഗേസ്. അപ്പോൾ ഗേസ് നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഫിജോ ബ്രോനെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. ഹലോ ബ്രോ. ഹലോ ബ്രോ. നമുക്ക് ചാനലുണ്ടോയെന്ന് ചോദിക്കാം ഗൈസ്. ബ്രോ യെസ് ബ്രോ. അപ്പൂൻ്റെ
ചെയ്. ഗൈസ് എന്തായാലും ഫിജോ ബ്രോ ടെലിപ്പോർട്ട് അടിച്ച് പോയിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഓപ്പൺ അല്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഫിജോ ബ്രോ ഒന്നും കൂടി ഇങ്ങോട്ട് വരാൻ നോക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തേക്കാം. ഡി പി അക്സെപ്റ്റ്. എന്തായാലും ഫിജോ ബ്രോയുടെ ബേസിലോട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം സാധനമൊക്കെ എടുത്തേക്കാൻ കഴിയും. നമ്മുടെ ഫിജോ ബ്രോയുടെ ബേസ് തന്നെയാണ്. അതുകൊണ്ട് വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും ഫിജോ ബ്രോയുടെ ബേസ് കാണിച്ചു തരാൻ വിളിച്ചു തോന്നുന്നു. എന്തായാലും നമുക്ക് ഇവിടെ ഒക്കെ നോക്കിയേക്കാം. നമ്മൾ അടി കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് എന്താ സാധനം, കുക്ക്ഡ് ഫുഡ്. എന്തായാലും നമുക്ക് കുറച്ച് ഫുഡ് വെച്ചേക്കാം ഫിജോനോട്. ഫിജോ ബ്രോ ഫുഡ്. ഇതിൽ നമുക്ക് ഇവരെ ബേസിലോട്ട് പോയേക്കാം. ഇതല്ല, നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം ഗൈസ്. അവന്മാരെല്ലാവരും വളഞ്ഞിട്ടടിക്കുന്നുണ്ട് നമ്മളെ. എന്തായാലും അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്.